പാലാ ടൗണിന് സമീപത്തായിട്ട് ടൗണിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരം മാത്രം പോയി കഴിഞ്ഞാൽ 14 സെന്റ് സ്ഥലത്തിനകത്ത് 2200 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു ഗംഭീര വീട്, കേരള സ്റ്റൈല് വീട്. മുറ്റമൊക്കെ നല്ല പബിൾസ് ഒക്കെ ഇട്ട് നല്ല ചരലൊക്കെ വിരിച്ച് നല്ല അടിപൊളിയാക്കിയിരിക്കുന്ന, നല്ല തേക്കൻ തടി ഉപയോഗിച്ച് പണിതിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഈ വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. ചോദിക്കുന്ന വില 96 ലക്ഷം രൂപ, നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നമുക്ക് വീടിന്റെ മൊത്തത്തിലുള്ള ദൃശ്യങ്ങളിലേക്ക് വേഗം ഒന്ന് പോകാം. കിണർ വെള്ള സൗകര്യം ഇവിടെയുണ്ട്. PWD റോഡിൽ നിന്നും വീട്ടിലേക്ക്, ഈ 2-3 വീടുകളിലേക്ക് മാത്രമായിട്ടുള്ള ടാർ റോഡ് സൈഡിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീടിന്റെ മൊത്തത്തിലുള്ള ദൃശ്യങ്ങളിലേക്ക് പോകാം. ടൗണിന്റെ സൗന്ദര്യം ആസ്വദിക്കാം. എന്നാൽ ടൗണിന്റെ ഒച്ചപ്പാടും ബഹളവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ജീവിക്കാനും പറ്റുന്ന രീതിയിൽ അടിപൊളി വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. അപ്പോൾ എന്നെ മറക്കണ്ട, ഞാൻ ബിജു, പാല, മീനച്ചിൽ ഹോംസ്. ഇത് മീനച്ചിൽ ഹോംസിൻ്റെ പുതിയ വീഡിയോ. പാലാ ടൗണിന് വളരെ നിയറസ്റ്റ് ആയിട്ട്, വളരെ അടുത്തായിട്ട് ഇതാ 14 സെൻറ്റ് സ്ഥലത്തിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി വീടിൻ്റെ കിണർ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ഇതാണ് നല്ല റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ റൂഫ് വർക്കിനകത്തേക്ക് കയറിയില്ല, കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇത് ബാക്ക് സൈഡിൽ ചെറിയൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ സിറ്റ് ഔട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് ഇപ്പുറത്തെ സൈഡ് വഴിയുള്ള മുറ്റമാണ്. വിശാലമായ നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് കടന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ വാഹനം കയറ്റി തിരിക്കേണ്ട ഭാഗമെല്ലാം നമുക്ക് ബാംഗിൾ സ്റ്റോൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി മുഴുവൻ ചരലാണ് ഇട്ടിരിക്കുന്നത്. ചരൽ വിരിച്ചിട്ടിരിക്കുന്ന നല്ല അടിപൊളിയാക്കി എടുത്തിരിക്കുന്നു. സിറ്റ് ഔട്ട്, നല്ല വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് ഇവിടെ വന്നിട്ടുണ്ട്. സിറ്റ് ഔട്ടും കാർ പോർച്ചും ഉൾപ്പെടെ നല്ലൊരു വീടാണ് ഇവിടെ വന്നിരിക്കുക. നല്ല ഷെയ്ഡൊക്കെ കൊടുത്ത് ഒരിക്കലും ജനലൊന്നും നനയത്തില്ലാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. തേക്കിൻ തടി കൊണ്ടുള്ള ജനൽപ്പാളികളാണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുക. ചുറ്റോട് ചുറ്റുമുള്ള ജനൽപ്പാളികൾ തേക്കാണ്. ഫ്രണ്ട് ഡോറ് തേക്കാണ്. അകത്തെ ഡോറുകൾ തേക്കാണ്. അപ്പോൾ ഇത് ഡബിൾ പാളി ഡോറ് തുറന്ന് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇതാണ് വിശാലമായ ഒരു സ്വീകരണമുറി വന്നിരിക്കുന്നത്. സ്വീകരണമുറിയിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ നല്ല വലിപ്പമുള്ള സ്വീകരണമുറികളാണ്. നല്ല പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തുകൊണ്ടുള്ള നല്ല മനോഹരമാക്കി എടുത്തിരിക്കുന്ന സ്വീകരണമുറി. ടൗണുമായിട്ട് ഏറ്റവും അടുത്താണ് എന്നുള്ളതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം പാലാ ടൗണിലേക്ക് പോകാൻ വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. ഏകദേശം 1 കിലോമീറ്ററിന് അടുത്ത് ദൂരം. പക്ഷേ 1 കിലോമീറ്റർ എന്ന് പോലും പറയാൻ പറ്റത്തില്ല. ഇതിനോടടുത്തും ടൗൺഷിപ്പാണ്. അപ്പോൾ അങ്ങനെ ടൗൺഷിപ്പുമാണ്. എന്നാൽ പൊടിപടലങ്ങളോ ഒച്ചപ്പാടുകളോ ടൗണിൻ്റേതായ ഒച്ചപ്പാടുകളോ ബഹളങ്ങളോ ഒന്നുമില്ലാത്ത രീതിയിലുള്ള നല്ലൊരു ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കിണർ വെള്ളം, ഇഷ്ടംപോലെ കിണർ വെള്ളം ലഭിക്കുന്ന ഒരു മേഖലയുമാണ്. അതിനേക്കാളൊക്കെ ഉപരി ഇത് തേക്കിൻ തടിയാണ് അകത്തെ ഡോറുകളെല്ലാം കൊടുത്തിരിക്കുക. ഇവിടെ നമുക്ക് ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്. ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. 4 ബെഡ്റൂമാണ്, 4ഉം അറ്റാച്ച്ഡ് ആണ്. 2200 സ്ക്വയർ ഫീറ്റോളം വരുന്ന നല്ലൊരു വീട്. എല്ലാം സെറായുടെ മെറ്റീരിയലുകളാണ് ബാത്റൂം ഫിറ്റിങ്സുകളായിട്ട് കൊടുത്തിരിക്കുക. ഫൈബറിൻ്റെ ഡോറാണ് ബാത്റൂമിൽ കൊടുത്തിരിക്കുന്നത്. AC പോയിൻ്റ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട്. RC പള്ളിയുമായിട്ട് 100 മീറ്റർ ദൂരം മാത്രമാണ് ഈ വീടിനുള്ളത്. അപ്പോൾ 100 മീറ്റർ ദൂരത്തിൽ RC പള്ളിയുണ്ട്. അമ്പലവുമായിട്ട് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരം അമ്പലം. പാലായിലെ പ്രസിദ്ധമായ അമ്പലങ്ങളിലേക്കൊക്കെ നമുക്ക് ഒരു 1.5 കിലോമീറ്റർ എന്ന് കഴിഞ്ഞാൽ പ്രസിദ്ധമായ അമ്പലത്തിലേക്കൊക്കെ പോകുവാനായിട്ടും എല്ലാം പറ്റുന്ന രീതിയിൽ ഉള്ള നല്ലൊരു ലൊക്കേഷനിലാണ് ഇവിടെ ഈ വീട് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ PWD റോഡിൽ നിന്നും ആരംഭിച്ച് ഈ 3-4 വീടുകളിലേക്ക് മാത്രമായിട്ട് ടാർ ചെയ്ത് ഇറങ്ങിയിരിക്കുന്ന നല്ല ഒരു റോഡാണ് ഈ വീടിന് വന്നിരിക്കുന്നത്. അങ്ങനെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ഈ വീടിൻ്റെ സ്ഥലത്തിനും കൂടെ 96 ലക്ഷം രൂപ ഉടമ ചോദിക്കുന്ന വില നെഗോഷ്യബിളാണ്. ഇവിടെ നിന്ന് നമ്മൾ 2 ബെഡ്റൂം കണ്ടു. ഇത് 3ാമത്തെ ബെഡ്റൂമാണ്. 3ാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. എല്ലാം തേക്കിൻ തടി കൊണ്ടുള്ള ഡോറുകളാണ്. കട്ടളയെല്ലാം മാഞ്ഞിലി, ബാക്കിയെല്ലാം തേക്ക്. ഇവിടെ വീണ്ടും ഡ്രസ്സിങ് ഏരിയയിൽ നിന്ന് സമീപമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്.
ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനച്ചിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. നമ്മൾ എല്ലാ വീഡിയോയിലും ലോണിനെ പറ്റി പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും ലോണിനെ പറ്റി എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമില്ല എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ കോൾ ചെയ്താൽ മതി. ഏത് സമയത്ത് വിളിച്ചാലും നമുക്ക് ലോണിനെ പറ്റിയോ അല്ലാത്ത കാര്യങ്ങൾ, വീട് കാണേണ്ട കാര്യങ്ങളെ പറ്റിയോ ഒക്കെ നമുക്ക് സംസാരിക്കാം. ഇവിടെയാണ് നമ്മുടെ വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത്. വാഷ് കൗണ്ടർ നല്ല വലിപ്പമുള്ള നല്ലൊരു വാഷ് കൗണ്ടറാണ്. നല്ല ടൈൽ വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കി എടുത്തിരിക്കുന്നു. ഇവിടുന്ന് നമ്മുടെ പുറത്തു നിന്ന് നമ്മൾ പുറകുവശത്ത് ഒരു സിറ്റ് ഔട്ട് കണ്ടിരുന്നു. ഇത് 4ാമത്തെ ബെഡ്റൂം. നല്ല ജനൽപ്പാളികൾ, സൗകര്യങ്ങൾ എല്ലാം കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല വായു സഞ്ചാരമൊക്കെ ലഭിക്കാവുന്ന രീതിയിൽ വാസ്തുപരമായിട്ട് എല്ലാം നല്ല രീതിയിലാണ് ഈ വീട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും വാക്കിംഗ് ഡിസ്റ്റൻസിൽ കിട്ടാം എന്നുള്ളതാണ്. നടന്നു പോയി എല്ലാ സാധനങ്ങളും, സൂപ്പർ മാർക്കറ്റ് ആവട്ടെ, പള്ളിയിലാവട്ടെ, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളാവട്ടെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഹോട്ടലുകളാവട്ടെ, എല്ലാം നടന്നു പോയി ടൗണിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. ഒരു ദിവസം ഹർത്താലായി പോയെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം വണ്ടി കിട്ടിയില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വണ്ടി എന്ന് വർക്ക്ഷോപ്പിൽ കയറ്റിയാലും നടന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോകാം എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ദൂരത്തിൻ്റെ പരിധി പറയുന്നത്. അത്രയും നല്ല ദൂരപരിധിയിൽ, കുറഞ്ഞ ദൂരപരിധിയുള്ള നല്ല ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതാണ് നമ്മൾ പുറത്തുനിന്ന് കണ്ട സിറ്റ് ഔട്ട്. നല്ല ഡോറുകളൊക്കെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഭംഗി ഒന്നുകൂടി വർദ്ധിക്കുകയാണ്. ഇവിടെ നമ്മൾ വിശാലമായൊരു കിച്ചണിലേക്കാണ് കയറിയത്. കിച്ചണിൽ മനോഹരമായ കബോർഡ് വർക്കുകൾ വന്നിട്ടുണ്ട്. തേക്കിൻ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ വന്നിരിക്കുക. അപ്പോൾ ഇവിടുന്ന് നേരെ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങിയാണ്. വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നല്ല ഒരു വർക്ക് ഏരിയ ഇവിടെ വരുന്നുണ്ട്. വർക്ക് ഏരിയയിലും തേക്കിൻ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ വന്നിരിക്കുക. ഇതാണ് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറ്. അപ്പോൾ മനോഹരമായ വീട്, എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന വീട്. 14 സെൻറ്റ് സ്ഥലം, 2200ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന വീട്, 4 ബെഡ്റൂം, 4 അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീട്. ചോദിക്കുന്ന വില 96 ലക്ഷം രൂപ. മറക്കണ്ട. അപ്പോൾ നമുക്ക് വീടിൻ്റെ മൊത്തത്തിലുള്ള ദൃശ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നു കഴിഞ്ഞു. മൊത്തം ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുവാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസുമായി മീനച്ചിൽ ഹോംസ് എന്നും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.